ഇപ്പോൾ ഞാൻ കരുവാറ്റ, ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ തൈമൂട്ടി മുക്കുന്ന സ്ഥലത്താണ്. ഇവിടെ 2 പെരുമ്പാമ്പുകൾ മീൻകുളത്തിലെ വലയെ കുരുങ്ങി കിടക്കുകയാണ്. ഇതൊരു ഏടാകൂടം പിടിച്ചൊരു സ്ഥലമാണ്. നമുക്ക് പ്രോപ്പറായിട്ട് ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തല്ല പാമ്പ് കിടക്കുന്നത്. പ്രത്യേകിച്ച് പെരുമ്പാമ്പും കൂടെ ആയതുകൊണ്ട് അവനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടണം. ഒരാൾ ഇതായി കിടക്കുന്നതാണ്, ഒരെണ്ണം നേരെ അപ്പുറത്താണ്. അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ച് നോക്കി പറ്റുമോ ഇല്ലോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വല കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഇതാണ് സാഹചര്യം. പക്ഷെ നമുക്കിതിനെ ഉണ്ടോ, വല വലിച്ചാൽ ഇങ്ങോട്ട് വരുന്നില്ല. ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ, തീരെ നമുക്ക് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തല്ല. തോട്ടി ഉണ്ടാവോ? തോട്ടി ഒരാൾ കിടക്കുന്നത് വളരെ ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞില്ല. അതെ, ആ കാണുന്ന വല ചുരുങ്ങി കിടക്കുന്നുണ്ടോ, ആ വലയ്ക്കകത്താണ് മറ്റേ ആൾ കിടക്കുന്നത്. ഇത് ഇവിടം വരെ എത്തി. പക്ഷേ എനിക്കിതിനെ ഒന്ന് വല കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇയാളെ കരക്കോട്ട് എടുക്കാൻ പറ്റൂ. ആ റയിച്ചാനോടും കൂടെ വരാം. റയിച്ചാൻ വിറയ്ക്കാത്ത കയറിയിരിക്കുന്നു. ഇതിനകത്ത് ചേട്ടാ വെള്ളത്തിൽ സൂക്ഷിക്കണം കേട്ടോ. ഭയങ്കര കുഴിയാ കേട്ടോ. വേണൊരു കയറ് കെട്ടിത്തരാം. മാടി ഇടിയരുത്. എളുപ്പമാ ചാക്കി കേട്ടുന്നതിനും പോവാം. ഈ മീനെ പാർക്കുമീനെ പെറുക്കിയെടുക്കുന്നത് രാജീവണ്ണന്റെ വീഡിയോ മൊത്തം കാണാൻ പറ്റിയില്ല. ഡയറക്റ്റ് ആക്കിനകത്ത് കയറാൻ പറ്റത്തില്ലല്ലേ? അല്ല വാമൂട് അയ്യോ നമ്മുടെ രണ്ടാമത്തെ പാമ്പും ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത് ഭയങ്കര കുളം, 3 നാൾ താഴ്ചയുള്ള കുളമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കയറൊക്കെ കെട്ടിയിട്ടാണ് ഒരു ചെറിയ പണി നടത്തുന്നത്. ഇത് വല വലിച്ചിട്ട് വരുന്നില്ല, കട്ട് ചെയ്തെടുക്കാൻ മാർഗ്ഗമുള്ളൂ. വലിക്കുന്ന അത്രയും ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കുക, അതേ ഓപ്ഷനുള്ളൂ. മാറിയ നല്ലതാ. ഇറങ്ങുക
ഇതിന്റെ ജന്മം എങ്ങനെയായിരിക്കും? വിരിയല് ഇതേ സ്ഥിരം വെള്ളത്തിൽ കിടക്കുമോ ഈ സാധനം? വെള്ളത്തിലാണോ? ഈ കുളത്തിൽ താമസമായിരിക്കുമല്ലേ? ഈ കുളത്തിലടിക്കണമെന്നില്ല. സമീപത്തെ സ്ഥലങ്ങളിൽ നിന്ന് മീനുള്ളത് കൊണ്ട് അവൻ സുഭിക്ഷമായ ഫുഡ് കിട്ടുമല്ലോ, അതിനിങ്ങനെ കയറി വരും. ഈ ജീവനുള്ള മീനെ ചാടി പിടിക്കുവോ? ജീവനുള്ള മീനിനെ പിടിക്കുവോ? ജീവനുള്ള മീനിനെയും പിടിക്കും, അവസരം കിട്ടിയ. നമ്മുടെ ഒരു താറാവിനെ കൊണ്ടുപോയി ഈ സാധനമാണോ കൊണ്ടുപോയത്? ഇത് അങ്ങനെ പന്നിയലിയെ കിട്ടുന്ന താറാവിനെ ചുറ്റി വരിഞ്ഞിട്ടാണ് വരുന്നത്. എല്ലാം ഒടിക്കും. ഇപ്പൊ ഇത് ആരോഗ്യവാനല്ലോ. തല ഫ്രീ ആയി. ഇനിയിപ്പോ തല ഫ്രീ ആയി. അപ്പൊ ഇനി അവന് കടിക്കാം. അതാണ് കുഴപ്പം. തല ഫ്രീ ആയി കേട്ടോ. ഇനിയിപ്പോ അത് വരും, ചാടും. കയറുന്നത് കമ്പി കുളിങ്ങിട്ട് അട്ടി വീഴരുത് പുറമെ. അതാ ചവിട്ടി പൊക്കി ചവിട്ടി പിടിക്കാവോ? അതാണ് തട്ടി വീഴരുത് പുറമോട്ട് മാറുമ്പോ. ഇല്ല, ഇനി പുറമോട്ട് കയറാനില്ലേ? കമ്പിയെ തട്ടി വീഴരുത്. പല കുറ്റി പിടിച്ചേക്കുക. അല്ല, ഇച്ചിരി നീളമുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ. വലയെന്ന് വിട്ടോ പൂർണ്ണമായിട്ടും? ഇത് അഴിച്ചുവിടാൻ പോകുന്നു. അഴിച്ചുവിടാൻ പോകുന്നു. പിന്നെ ആ പൈപ്പ് എന്ത് ഇച്ചിരി എപ്പോഴും കൂടുതലല്ലേ? അതിനെന്തോ എന്നെ രക്ഷിക്കുന്നത് പോരാ, അവിടെ ഇണ്ടേ അതിനെ പിടിക്കട്ടെ, കഥ പറയാം. ഇതിനിച്ചിരി അഹങ്കാരം കൂടുതലാ. മരണം കേറിയിട്ടില്ല കേട്ടോ. കേറിയിട്ടില്ല. അണ്ണം പുറത്തോട്ട് മാറണ കടിക്കുന്നു. ആ, ഓക്കെ. ഒന്നാമത്തെ കാര്യം തലച്ചോറില്ല, തലച്ചോറുണ്ട്, പക്ഷെ വികാസം പ്രാപിക്കാത്ത തലച്ചോറാണ്. അപ്പൊ അതിനെ രക്ഷിക്കാനാണോ എന്നുള്ള ബോധം അതിനില്ല.
ചെല്ലുന്നവരെല്ലാം അതിനെ അക്രമകാരിയാണ്, അതിനെ കൊല്ലാൻ ചെല്ലുന്നതാണ് അതിന്റെ ചിന്ത. അപ്പോൾ പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. ഇത് ഈ പുറഞ്ഞ് ചുറ്റുമോ വാലിട്ട്? വാലിട്ട് ചുറ്റിപ്പിടിക്കും. ചുറ്റിപ്പിടിച്ചാലും നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ തലയ്ക്ക് നമ്മൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് കയറ്റുന്നത്. അപ്പൊ നമുക്ക് സേഫാണ്. ക്യാച്ചിങ് കപ്പാസിറ്റി ഭയങ്കരമാണ്. ചെറിയ പവറൊന്നും അല്ലേ. ഒരു 10 കിലോ കട്ടിയാ കാണത്തുള്ളൂ വെയിറ്റ്. എത്ര വയസ്സ് കാണും? അതിന് മേളില്ല. എത്ര വയസ്സ് കാണും? നമുക്ക് അങ്ങനെ കൃത്യമായ വയസ്സ് പറയാൻ പറ്റില്ല. കാരണം വെച്ചാലേ ഇതിന്റെ നമ്മൾ ശരിക്കും നമ്മളുടെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാവരും പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇവരുടെ ഗ്രോത്ത് അനുസരിച്ച്, ഇവരുടെ ഫുഡിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇവരുടെ സൈസൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ആഹാരം കിട്ടുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വണ്ണം വെക്കും. ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്രയും വണ്ണം വെക്കത്തില്ല. പിന്നെ നമുക്ക് ഇതിന്റെ കുഞ്ഞിനെ കണ്ടാൽ അണലിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതിന്റെ ഈ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, അണലിക്ക് മണ്ടയ്ക്കാണ് റൗണ്ട്. അണലി രാജീവ് എന്ന് പേരിടാറില്ല.